ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും, അതായത് 2024 എന്ന് പറയുന്ന ഈ വർഷം വിടവാങ്ങാൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഈ ഒരു വർഷം ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് തിക്താനുഭവങ്ങളും പൂർത്തീകരിക്കാനാവാത്ത ആഗ്രഹങ്ങളൊക്കെ ബാക്കി നിൽക്കവേ 2024 ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും വിട പറയുകയായിരിക്കും, അല്ലേ? അപ്പോൾ 2025 തുടങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഒരു ടൈം മാനേജ്മെൻറ്റ്, ടൈം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കഥയിലൂടെ അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത്, ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ഒരു മടിയനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാജാവ് പറയുകയാണ്, നീ എന്താ ഒരു ജോലിക്കും പോകാത്തതെന്ന് സുഹൃത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ സുഹൃത്ത് പറയുകയാണ്, എനിക്കാരും ജോലി തരുന്നില്ല, കാരണം അവർ ഏൽപ്പിക്കുന്ന ജോലി എനിക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത്. അപ്പോൾ രാജാവ് പറയും, ഞാൻ നിനക്കൊരു ജോലി തരാം. അതായത്, നീ ഇന്ന് സൂര്യാസ്തമനത്തിന് മുന്നേ തന്നെ എൻ്റെ കൊട്ടാരത്തിൽ വന്ന് ഖജനാവിലുള്ള സ്വർണം എത്രത്തോളം നിനക്ക് കളക്ട് ചെയ്യാമോ അത്രത്തോളം കളക്ട് ചെയ്യാൻ പറയും. അപ്പോൾ സൂര്യാസ്തമനത്തിന് മുന്നേ നീ ഇവിടെ വരണമെന്നും പറയും. അപ്പോൾ അത് വന്ന് കളക്ട് ചെയ്യാം, സൂര്യാസ്തമനത്തിന് മുന്നേ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ സുഹൃത്ത് പറയുകയാണ്, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോവുകയാണ്. വീട്ടിൽ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കാര്യം പറയുമ്പോൾ ഭാര്യ പറയും, പെട്ടെന്ന് പോയി സ്വർണം കളക്ട് ചെയ്യാൻ. പക്ഷേ ഇദ്ദേഹം പറയുകയാണ്, നീ എനിക്ക് ആഹാരം എടുത്തു വയ്ക്കൂ. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് ഇദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങിയിട്ട് വീണ്ടും ഒരു 2-3 മണിക്കൂറിന് ശേഷം ഇദ്ദേഹം വീണ്ടും യാത്ര തുടങ്ങി. ഒരു മരച്ചുവട് കാണുമ്പോൾ അവിടെ വീണ്ടും ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വീണ്ടും ഉറങ്ങും. അപ്പോൾ പിന്നെ ഇദ്ദേഹം കണ്ണുറക്കുമ്പോൾ ഏകദേശം സൂര്യാസ്തമന ടൈം ആവുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഓടിപ്പായുകയാണ് കൊട്ടാരത്തിലെത്താൻ വേണ്ടിയിട്ട്, ഒന്ന് ആഞ്ഞു പിടിക്കാമെന്ന് പറഞ്ഞ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കൊട്ടാരത്തിൻ്റെ കോട്ടവാതിൽ അടഞ്ഞു കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അദ്ദേഹത്തിൻ്റെ അലസതയാണ്, അല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും, അതായത് പഠിക്കുന്നവരാകട്ടെ, ജോബിന് ശ്രമിക്കുന്നവരാകട്ടെ, ഇവർക്കൊക്കെ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു പ്രോവർബുണ്ട്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ, അല്ലേ? ടൈം ഈസ് ലൈക്ക് the face of sunlight, it keeps moving, use it wisely and your dreams will grow tall. സമയം എന്ന് പറയുന്ന സൂര്യപ്രകാശത്തിൻ്റെ പ്രഭ പോലെയാണ്, അത് ചലിച്ചുകൊണ്ടേയിരിക്കും. അത് വിവേകത്തോടെ ഉപയോഗിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉയരത്തിൽ വളരും. അതായത്, ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് എന്താണ്? ചിട്ടയായ ജീവിതം. അതിരാവിലെ എഴുന്നേൽക്കുക, ചിട്ടയായ ജീവിതം നയിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്ക് എത്തിപ്പെടേണ്ടത് അവിടെ നിങ്ങൾ ഉറപ്പായും എത്തിപ്പെടും. അപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തുള്ള ഒരു സ്കെഡ്യൂള് നിങ്ങൾ ഈ 2025 തുടക്കം തന്നെ തയ്യാറാക്കി വയ്ക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായും എത്തിപ്പെടാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.